ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 33-ാമത്തെ ശ്ലോകം നോക്കാം. പ്രേത ഉവാച ഗയാശ്രാദ്ധശതേനാപി മുക്തിർമേന ഭവിഷ്യതി ഉപായമപരം കഞ്ചിത്വം വിചാരയ സാമ്പ്രതം. പ്രേതമാണ് മറുപടി പറയുന്ന. ഇനി ഇവിടെ പറയാണ് ഗയാശ്രാദ്ധശതേനാപി, ഗയാശ്രാദ്ധശതേന അപി. അല്ലയോ ഗോകർണ, നീ പറഞ്ഞല്ലോ നീ എനിക്ക് വേണ്ടിയിട്ട് ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്തു എന്ന്. എങ്കിൽ നീ കേട്ടോളൂ. ഗയാശ്രാദ്ധശതേന അപി, നീ ഗയാശ്രാദ്ധം 100 തവണ ചെയ്താലും, ഇവിടെ 100 എന്നുള്ള എണ്ണത്തേക്കാളേറെ അനേകം തവണ നീ പോയി ചെയ്താലും മുക്തിർമേ ന ഭവിഷ്യതി. മുക്തി മേ, 2 വാക്കുകളുണ്ട് അവിടെ. എനിക്ക് മുക്തിയെ ന ഭവിഷ്യതി, കിട്ടുകയില്ല. അപ്പോൾ ഗയയിൽ പോയി നീ ഒന്നല്ല അനേകം തവണ പോയി ശ്രാദ്ധം ചെയ്താലും എനിക്ക് മുക്തിയെ ലഭിക്കില്ല. കാരണം ഞാൻ അത്രമാത്രം ദുഷ്കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു, മഹാപാപങ്ങൾ ചെയ്തിരിക്കുന്നു ഈ ജന്മത്തിൽ. ഉപായം അപരം കഞ്ചിത്, ഉപായം അപരം, മറ്റെന്തെങ്കിലും ഒരു ഉപായം, കിഞ്ചിത്വം വിചാരയ സാമ്പ്രതം. ഇവിടെ ഒരു പാഠഭേദമുണ്ട്. കിഞ്ചിത്തദ്വിചാരയ എന്നും കിഞ്ചിത്വം എന്നും കാണാം. രണ്ടും ശരിയാണ്. കിഞ്ചിത് ത്വം ആണ് കിഞ്ചിത്വം. കിഞ്ചിത് അതായത് മറ്റു വേറെ എന്തെങ്കിലും ഒരു ഉപായം. ത്വം അവിടുന്ന് നീ വിചാരയ സാമ്പ്രതം, നീ തന്നെ ഒന്ന് വിചാരം ചെയ്യൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇവിടെ കിഞ്ചിത് തദ്വിചാരയാണെങ്കിൽ തത്, മറ്റെന്തെങ്കിലും ഒരു ഉപായമുണ്ടെങ്കിൽ അത് എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ മറ്റെന്തെങ്കിലും ഒരു ഉപായമുണ്ടെങ്കിൽ അങ്ങ് തന്നെ അത് വിചാരം ചെയ്യുക, നീ തന്നെ അത് വിചാരം ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് ത്വം വിചാരയ വരുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗയാശ്രാദ്ധശതേനാപി മുക്തിർമേന ഭവിഷ്യതി ഉപായമപരം കിഞ്ചിത്വം വിചാരയ സാമ്പ്രതം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഗയാശ്രാദ്ധശതേനാപി, അത് ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ മുക്തിർമേ, മാ കൂട്ടക്ഷരമാണ്. ഉപായമപരം, ഉപായം അപരമാണ്, മായ്ക്ക് അകാരം കൊടുക്കുക. പിന്നെ അടുത്തത് കിഞ്ചിത്വം, അവിടെ അങ്ങനെയാണ് ഗ്രന്ഥങ്ങളിലെങ്കിൽ താ കൂട്ടക്ഷരമായിരിക്കും, താ കട്ടിയിൽ വായിക്കുക. അതല്ല എങ്കിൽ കിഞ്ചിത്തദ്വിചാരയ, അങ്ങനെ വരുന്നിടത്ത് കിഞ്ചിത്തദ്വിചാരയ, ദ്വി എന്നായിരിക്കും. അത് കഴിയുന്നപ്പോൾ അത് അത്രയും ചേർത്ത് വായിക്കുക. നോക്കൂ, ഇവിടെ ആ ധുന്ധുകാരിയുടെ പാപവാസനകൾ ഇല്ലാതെയായതുകൊണ്ട് ഉണ്ടായ ഒരു ഗുണം, ആ സദ്ഭാവം ഉള്ളിൽ ഉണ്ടായി തുടങ്ങുമ്പോൾ നമ്മുടെ തെറ്റുകളെ നമ്മൾ തന്നെ തിരിച്ചറിയുകയും അതിനെ തെറ്റാണെന്ന് സ്വയം അംഗീകരിക്കുകയും ചെയ്യും. നമുക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ പലപ്പോഴും നമ്മൾ പല മോട്ടിവേറ്റേഴ്സിൻ്റെയും പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ പറയാറുണ്ട്, മാറ്റം നമ്മുടെ ചുറ്റിനും നിന്നല്ല തുടങ്ങേണ്ടത്, മാറ്റം നമ്മുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ആ നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആദ്യം നമ്മുടെ തെറ്റുകളെ നമ്മൾ തെറ്റുകളാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ അവിടെ ഒരു കറക്ഷൻ സാധ്യമാകൂ, തിരുത്തൽ സാധ്യമാകൂ. നമ്മുടെ ഉള്ളിലാണ് ആദ്യം ആ തെറ്റുകളുടെ മോശം വശം ബോധ്യപ്പെടേണ്ട. അത് പുറമേയുള്ള ഒരു ലോകത്തെയും നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട, പക്ഷെ അത് നമ്മൾ സ്വയം അംഗീകരിക്കാൻ പഠിക്കുന്നിടത്തെ നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയും. നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണ്, ഞാൻ ഇങ്ങനെയാണ്, ബാക്കിയുള്ളവർ സഹിച്ചുകൊള്ളൂ എന്നുള്ള രീതിയിൽ പലരും പ്രവർത്തിക്കുന്നത് കാണാം. അവരൊന്നും ഒരിക്കലും തങ്ങളുടെ തെറ്റുകളെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരാണ്. അതുകൊണ്ടാണ് അവർക്ക് മാറ്റം കൊണ്ടുവരാൻ കഴിയാത്തത് ജീവിതത്തിൽ. ഇവിടെ ധുന്ധുകാരിയിൽ ആ സദ്ഭാവം വന്നപ്പോൾ ആദ്യം
പ്രകടിതമായത് തൻ്റെ തെറ്റുകളെ തെറ്റുകളാണെന്ന് തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. ഇതി തദ്വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗതശ്രാദ്ധേന മുക്തിശ്ചേദസാധ്യം മോചനം തവ. ഇതി തദ്വാക്യമാകർണ്യ, ഇതി പ്രകാരമുള്ള തദ്വാക്യം, ആ വാക്കുകളെ ആകർണ്യ കേട്ടിട്ട്. നോക്കൂ, തദ്വാക്യമാകർണ്യ, അവിടെ 3 വാക്കുകളുണ്ട്. തത്, വാക്യം, ആകർണ്യ. ഇപ്രകാരം ആ പ്രേതം പറഞ്ഞ ആ വാക്കുകളെയൊക്കെ കേട്ടിട്ട് ഗോകർണോ വിസ്മയം ഗതഃ, ഗോകർണൻ അത്യന്തം വിസ്മയപ്പെട്ടുപോയി, ആശ്ചര്യപ്പെട്ടുപോയി. ശതശ്രാദ്ധേന മുക്തിശ്ചേദസാധ്യം മോചനം തവ. ശതശ്രാദ്ധേന, ശതശ്രാദ്ധൈന, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ ചേരുന്നുണ്ട്. ശതശ്രാദ്ധേർ, ഞാൻ 100 ഗയാശ്രാദ്ധം കൊണ്ട് ചെയ്തതുകൊണ്ട് പോലും ന മുക്തിശ്ചേത്, ഇവിടെ മുക്തിശ്ചേത് അസാധ്യം, മുക്തിശ്ചേത് അസാധ്യം, ഇങ്ങനെ 2 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ന മുക്തിശ്ചേത്, ഞാൻ 100 തവണ ഗയയിൽ പോയി ശ്രാദ്ധം ചെയ്താലും ന മുക്തിശ്ചേത്, മുക്തി ലഭിക്കുന്നില്ലെങ്കിൽ അസാധ്യം മോചനം തവ, നിന്നെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലയോ ധുന്ധുകാരി, അത് അസാധ്യം തന്നെയാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇതി തദ്വാക്യമാകർണ്യ ഗോകർണോ വിസ്മയം ഗതശ്രാദ്ധേന മുക്തിശ്ചേദസാധ്യം മോചനം തവ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തദ്വാക്യമാകർണ്യ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ ഗത, അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. തദ്വാക്യം ആകർണ്യാണ്, അതുകൊണ്ട് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക. പിന്നെ ശതശ്രാദ്ധേൽ ന, അവിടെ ന കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. മുക്തിശ്ചേത് അസാധ്യം, മുക്തിശ്ചേത് അസാധ്യം, ദായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 35-ാമത്തെ ശ്ലോകമാണ്. ഇദാനീം തു നിജം സ്ഥാനമാതിഷ്ഠ പ്രേതനിർഭയ ത്വന്മുക്തിസാധകം കിഞ്ചിദാചരിഷ്യേ വിചാര്യ ച. ഇദാനീം തു നിജം സ്ഥാനമാതിഷ്ഠ പ്രേതനിർഭയ. ഇദാനീം, ഇപ്പോൾ, തു, നീ ആകട്ടെ, നിജം സ്ഥാനമാതിഷ്ഠ, നിജം സ്ഥാനം, നിന്റെ സ്ഥാനം എവിടെയാണോ അവിടെ പോയി, ആതിഷ്ഠ, അവിടെ പോയി ഇരിക്കുക. പ്രേത നിർഭയ, അല്ലയോ പ്രേതമേ, നീ ഭയമൊന്നും കൂടാതെ, നീ ഇപ്പോൾ എന്താ വേണ്ടത്? നിന്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണോ അവിടെ പോയി ഇരിക്കുക. ഒട്ടും ഭയപ്പെടേണ്ടതില്ല. കാരണം ഇനിയും എന്താണോ അടുത്ത ഉപായമെന്ന് ഞാൻ നോക്കാമെന്ന് പരോക്ഷമായി വാക്കുകൊടുക്കുകയാണ് ഇവിടെ ധുന്ധുകാരിക്ക്. ത്വന്മുക്തി സാധകം കിഞ്ചിദാചരിഷ്യേ വിചാര്യ ച. ത്വന്മുക്തി സാധകം, നിന്റെ മുക്തിക്കായിക്കൊണ്ട്, ആ മുക്തി സാധിപ്പിച്ചെടുക്കുന്നതിനായിട്ടുള്ള കിഞ്ചിദാചരിഷ്യേ വിചാര്യ ച. കിഞ്ചിത്, എന്തെങ്കിലും, ഇവിടെ നോക്കൂ, കിഞ്ചിത് ആചരിഷ്യേ, 2 വാക്കുകൾ വരുന്നുണ്ട്. കിഞ്ചിദാചരിഷ്യേ, കിഞ്ചിത്, എന്തെങ്കിലും ഒരു സാധനം, സാധകം നിന്റെ മുക്തിക്കായിക്കൊണ്ട് ആചരിഷ്യേ, ചെയ്യേണ്ടതായിട്ടുണ്ടോ, സാധിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് വിചാര്യ ച, ഞാൻ ആലോചിച്ചോളാം, ഞാൻ അതിനെക്കുറിച്ച് വിചാരം ചെയ്തു കൊള്ളാം. നീ ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തൊട്ടും വേവലാതിപ്പെടണ്ട, ഭയപ്പെടേണ്ട. എവിടെയാണോ നിന്റെ സ്ഥാനം നീ അവിടെ പോയി ഇരുന്നാലും, അതായത് എവിടെ നിന്നാണോ ധുന്ധുകാരി ഇറങ്ങി വന്നത് അവിടെ തന്നെ നീ പോയി ഇരുന്നാലും.
നമ്മൾ കണ്ടിരുന്നു ഇവിടെ ഗോകർണൻ്റെ മുമ്പിലേക്ക് വന്ന ധുന്ധുകാരിയോടാണ് ആ പ്രേതത്തോടാണ് ഈ സംഭാഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പറയാം, നീ അവിടെ പോയി ഇരുന്നോ, എവിടെയാണോ നിൻ്റെ സ്ഥാനം അവിടെ പോയി ഇരുന്നോളുക. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഇദാനീം തു നിജം സ്ഥാനമാതിഷ്ഠ പ്രേതനിർഭയ ത്വന്മുക്തിസാധകം കിഞ്ചിദാചരിഷ്യേ വിചാര്യ ച. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: സ്ഥാനമാതിഷ്ഠ, സ്ഥാനം ആതിഷ്ഠാണ്, അകാരം നീട്ടിയെടുക്കാമായിട്ട്. പിന്നെ നിർഭയ, അവിടെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നീട് അടുത്തത് കിഞ്ചിദാചരിഷ്യേ, കിഞ്ചിത് ആചരിഷ്യേ ആണ്, ദായുടെ അകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 36-ാമത്തെ ശ്ലോകമാണ്. ധുന്ധുകാരി നിജസ്ഥാനം തേനാദിഷ്ടസ്തതോ ഗതഃ ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം ന തദധ്യഗാത്. ഈ ഗോകർണൻ്റെ ഈ വാക്കുകളൊക്കെ കേട്ടു. ഗോകർണൻ ഉറപ്പ് കൊടുത്തു, നിൻ്റെ മുക്തിക്കുള്ള സാധകം വേറെ എന്താണ്, അതിനുള്ള മാർഗം എന്താണെന്ന് ഞാൻ വിചാരം ചെയ്യാം. നീ നിൻ്റെ യഥാർത്ഥ സ്ഥാനം എന്താണോ, എവിടെയാണോ അവിടെ പോയി ഇരുന്നു കൊള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ധുന്ധുകാരി എന്താ ചെയ്തത്? ധുന്ധുകാരി നിജസ്ഥാനം, ധുന്ധുകാരി തൻ്റെ സ്ഥാനം, താൻ എവിടെയായിരുന്നു ഇരുന്നിരുന്നത് അവിടേക്ക് തേനാദിഷ്ടസ്തതോഗ്യതഃ, തേന ആദിഷ്ട തതഃ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തേനാദിഷ്ടസ്തതോ. തേന, അവിടെ ആ ഗോകർണൻ്റെ ആദിഷ്ട നിർദ്ദേശമനുസരിച്ച് ധുന്ധുകാരി തൻ്റെ യഥാർത്ഥ സ്ഥാനം എവിടെയാണോ തതോ ഗതഃ, എവിടെയാണോ അവിടേക്ക് ഗതഃ പോയി. ഇപ്പോൾ സജ്ജനങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുവാനും അനുസരിക്കുവാനുമുള്ള തലത്തിലേക്ക് ധുന്ധുകാരി മാറി വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ ഗോകർണൻ പറഞ്ഞ വാക്കുകളെ അതേപോലെ അനുസരിച്ചുകൊണ്ട് തൻ്റെ നിജസ്ഥാനത്തേക്ക് പോയി. ഗോകർണശ്ചിന്തയാമാസ, ഗോകർണനാകട്ടെ താൻ എന്താണോ ആ ധുന്ധുകാരിക്ക് വാക്കുകൊടുത്ത് ആ ധുന്ധുകാരിയുടെ മോചനത്തിന് വേണ്ട ഉപായത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് താം രാത്രിയും, ആ രാത്രി മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. ന തദധ്യഗാത, പക്ഷേ ന തദധ്യഗാത, ഒരു ഉപായവും കിട്ടിയില്ല. ആ രാത്രി മുഴുവൻ ധുന്ധുകാരിക്ക് മോക്ഷത്തെ, ആ പ്രേതഭാവത്തിൽ നിന്നും മോചനം നൽകുന്നതിനുള്ള ഉപായത്തെക്കുറിച്ച് ഗോകർണൻ ചിന്തിച്ചുകൊണ്ട് തന്നെ കിടന്നുവെങ്കിലും ഒരു ഉപായവും തൻ്റെ അറിവിൽ കിട്ടിയില്ല. താൻ പഠിച്ചിട്ടുള്ള സർവ്വശാസ്ത്രങ്ങളും വിചാരം ചെയ്തു നോക്കിയിട്ടും ഗയാശ്രാദ്ധത്തേക്കാൾ മികച്ചതായി മറ്റൊന്നും ഗോകർണന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ധുന്ധുകാരി നിജസ്ഥാനം തേനാദിഷ്ടസ്തതോ ഗതഃ ഗോകർണശ്ചിന്തയാമാസ താം രാത്രിം ന തദധ്യഗാത്. നോക്കൂ, ഇത് സജ്ജനങ്ങളുടെ ഒരു ലക്ഷണവും കൂടിയാണ്. അവരെപ്പോഴും മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ഓരോ നിമിഷവും, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഊണും ഉറക്കവും മുഖ്യമാവുമ്പോൾ സജ്ജനങ്ങൾ അവയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ഉറക്കം പോലും ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്കായിക്കൊണ്ട് അവരെ ഉയർത്തുന്നതിനായിക്കൊണ്ട് സദാ തൻ്റെ ഓരോ നിമിഷവും വികാര വിചാരങ്ങളിലൂടെ അവരങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തേനാദിഷ്ടസ്തതോഗ്യതഃ, തേന ആദിഷ്ടമാണ്, അകാരം നീട്ടിയെടുക്കുക. അതേപോലെ ഗ്യതഃ വിസർഗമുണ്ട്, ശ്രദ്ധിച്ചു വായിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 37-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.